ചാലക്കുടിക്കാരനായാലും ഞാനിപ്പോൾ. അപ്പോൾ ചാലക്കുടിയിലെപ്പോഴും എനിക്കൊരു ഒരു ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. ഞാൻ വന്ന് താമസിച്ചു തുടങ്ങിയപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങി. നല്ല ഇതാണ്. ഞാൻ കോടതിയോടൊപ്പമാണ്. എൻ്റെ എൻ്റെ ഞാൻ ഞാൻ കോടതിയോടൊപ്പമാണ്. ദാറ്റ്സ് ഓൾ. അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം കോടതി ഒരു 5-8 വർഷം ആയിട്ട് അവർ പഠിച്ച് ഒരുപാട് നല്ല പ്രോസിക്യൂഷന് എല്ലാ ടൈമും കൊടുത്ത് ഒരു 8 വർഷത്തോളം ഈ പ്രോസിക്യൂഷൻ ഇതിൻ്റെ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു വിധി വന്നത്. അപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും ഏത് കാര്യത്തിലും ഞാൻ കോടതിയോട് ഒപ്പമാണ്. ഞാൻ ഏതാണ്ട് ഒരു 100 ചില്ലാൻ വാർഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഈ പ്രചരണമായിട്ട്. പല സ്ഥലങ്ങളിലും പോയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ പഴയ BJP അല്ല ഈ പുതിയ BJP എന്ന് പറഞ്ഞാൽ വലിയൊരു മാറ്റങ്ങൾ ആൾക്കാർക്ക് ഒരു സ്വീകരണ മനോഭാവം BJPയോട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് നല്ലൊരു സിഗ്നലാണ്. നമുക്ക് ഒരു ഭാവിയിലേക്കുള്ള നല്ല സിഗ്നൽ. എവിടെ പോകുമ്പോഴും അവരുടെ പണ്ടത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പോൾ നമ്മളൊരു 5 വർഷം മുമ്പാണെങ്കിൽ ഞാൻ പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന സ്വീകരണമല്ല ഇപ്പോൾ ഞാൻ പോകുമ്പോൾ ഒരു BJPയുടെ അംഗമെന്ന നിലയ്ക്ക് ഞാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന എനിക്ക് കിട്ടുന്ന ഈ ജനങ്ങളുടെ വോട്ടേഴ്സിൻ്റെ ഒരു സമീപനത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഏറെ പ്രചോദനം തരുന്നതാണ്. ഒരു BJP അംഗമെന്ന നിലയ്ക്ക് എനിക്കത് വളരെയധികം ഹോപ്പ് കിട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പല സ്ഥലങ്ങളിലും എനിക്ക് വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പല സ്ഥലങ്ങളിൽ ഞാൻ പോയ സമയത്ത് അവരുടെ റെസ്പോൺസ്, അവിടുത്തെ വോട്ടേഴ്സിൻ്റെ റെസ്പോൺസ് കാണുമ്പോൾ ജയിക്കാൻ സാധ്യതയുള്ള ഒരുപാട് നല്ല കാൻഡിഡേറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ചില കമ്മിറ്റഡ് ആയിട്ടുള്ള കുറേ, എസ്പെഷ്യലി എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് വളരെ ചെറുപ്പക്കാരികളായ കുട്ടികളാണ് കൂടുതലും. അതാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതിനകത്ത് അതേ സമീപനത്തിൽ ഈ സ്ഥാനാർത്ഥിയായിട്ട് വരാനായിട്ടുള്ള ഒരു ധൈര്യവും ഒരു കമ്മിറ്റ്മെൻറ്റും അവർക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു യുവാക്കളിൽ തന്നെ. BJPയോട് കൂടുമ്പം അടുപ്പം തോന്നിയോണ്ടാണല്ലോ അവരുടെ പാർട്ടിയിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനുള്ള ഒരു ചങ്കൂറ്റവും ധൈര്യമൊക്കെ തോന്നിയത്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭാവിയിൽ BJPക്ക് ഒരുപാട് സ്കോപ്പ് കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം.